ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി സ്പെഷ്യൽ ബീഫ് കറി ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ബീഫൊക്കെ നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. പൊടികളായിട്ട് നമുക്ക് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് കറിലേക്കും കൂടി ഇട്ട് കൊടുത്ത് കൈ കൊണ്ട് തന്നെ തിരുമ്പി കൊടുത്ത് നമുക്കൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. അതിനുശേഷം ഞാൻ ഒരു കടായി വെച്ചിട്ടുണ്ട്. 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് 3 സവോളയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അത് നന്നായി ബ്രൗൺ കളറായി മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ഇടാം കേട്ടോ. അതിട്ടതിന് ശേഷം ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം തക്കാളി നന്നായി മെൽട്ടായതിന് ശേഷം നമുക്ക് ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ നേരത്തെ വേവിച്ച് വെച്ച ബീഫും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ലാസ്റ്റ് ഫൈനലായിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇഞ്ചിയല്ല കേട്ടോ, മല്ലിപ്പൊതിന ഇട്ട് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കോംബോ ആയിട്ട് ഞാൻ പൊറോട്ടയും അതുപോലെ തന്നെ പത്തിരിയും തേങ്ങാപ്പാലും കൂടിയിട്ടാണ് കേട്ടോ ഇന്നുണ്ടായത്. അതുകൊണ്ടാണ് ഇന്ന് ബീഫ് കറി തന്നെ ഉണ്ടാക്കിയത്. പിന്നെ സൈഡായിട്ട് കുറച്ച് ചിക്കൻ ഫ്രൈയും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണേ.